എന്താന്നേ എന്താ പ്രശ്നം? ചേട്ടാ കിടന്നു. അപ്പോൾ ഒരാൾ എൻ്റെ മടിയിൽ കിടന്ന് നല്ല ഉറക്കമാണ് കേട്ടോ, വേറെ ആരാ നമ്മളെ നികി തന്നെ. അപ്പോൾ എന്തായാലും ഞാനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മുഖമൊക്കെ വീർത്ത് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു യാത്രയിലാണ്, വേറെ എവിടെയല്ല. ഞാനൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ അങ്കമാലി സീമാസിലേക്കാണ് യാത്ര. അപ്പോൾ പോണ വഴിക്ക് നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് അങ്ങനെ ഒരു മഴ ഉണ്ടായിട്ടില്ല, പിന്നെ അങ്ങോട്ട് നല്ല മഴയാണ്. പിന്നെ ഇതാ നമ്മളെ ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എറണാകുളം സീമാസിൽ കൊതിയായി. ഇവിടെ നിന്ന് ഡ്രസ്സ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് കൊതിയായി. അതാണ് ഇവൾ പറഞ്ഞത്. ഇന്നലെ കണ്ടന്റും മറന്നു, ഞങ്ങൾ എല്ലാം മറന്നു. അവസാനം അപ്പൊ ഞങ്ങളെ വിളിച്ച് കൂട്ടിക്കൊണ്ട് പോകേണ്ട അവസ്ഥ വന്നു. ബാ നമ്മളിവിടെ വന്നത് വീഡിയോ എടുക്കാനാ വന്നേന്നുള്ളത് ഞങ്ങൾ പെട്ടെന്ന് എടുത്തില്ല. അത് മറന്നപ്പോ നമ്മള് ആരുടെ കല്യാണം ഇതിനെടുക്കാന്നും പറഞ്ഞ് നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അതിപ്പോ ഇങ്ങനെ നിക്കല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്തതാ. നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളി ഡ്രസ്സ്, നല്ല കളക്ഷൻസ്. എന്തോ അടി എന്തുവാ ഡ്രസ്സെല്ലാം ശരിയാക്കട്ടെ. ദാഹിക്കുന്ന വെള്ളം കുടിക്കണം. ചേട്ടൻ ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡ്രസ് കിട്ടിയില്ല അല്ലേ? അത് ഡ്രസ് കിട്ടിയില്ല. ചേട്ട പാവ ഇവിടെ കഷ്ടപ്പെട്ടോണ്ടിരിക്കുമ്പോ നമ്മൾ ഇതൊക്കെ നോക്കിയിരിക്കും. നികി വിളി വന്നല്ലേ. നൈറ്റി എടുത്താലോ ഇവ പറയാനൊന്നും അന്യായം ക്യാമറ ചേട്ടൻ ഇരിക്കാനായിട്ട് വന്നതാണെന്ന്. ഇരിക്കാനായിട്ട് വന്നതാട്ടാ. അതന്നെ, നമുക്കിങ്ങനെ എന്തെങ്കിലും എടുക്കാം. ജീൻസ് എടുക്കണം പോലെ, ജീൻസ് 25 രൂപ. പുള്ളിയെ തകർക്കുന്നുണ്ട്. അടുത്ത കോഡ് സെറ്റ് ഒന്ന് കണ്ടിട്ട് കേട്ടെ, എല്ലാം ഇങ്ങനെ ഫ്രീ ആയിട്ട് കാണാൻ കിട്ടുന്നുണ്ട്. ബാക്കി പിങ്ക് എനിക്ക് ഇഷ്ടപ്പെട്ട, പിങ്ക് നല്ല രസമാണ്. ശരിക്കാണ് ഞാൻ 90 രൂപയാണ്. 90 രൂപ. ഒന്നുകൂടി 90 രൂപ. ശരിക്കും 90 രൂപ എപ്പോ വന്ന ശരിക്കും 90 രൂപ ഡിസ്കൗണ്ടുള്ള സമയത്ത് വന്നാല് ഈ പറയുന്ന 90 രൂപ മാത്രം. മൈക്ക് ഇവിടെ കയ്യിലുള്ളതുകൊണ്ട് ഇടക്കിടക്ക് ഞങ്ങൾ സൈലന്റ് ആവും. മെറ്റീരിയൽസ്. അടുത്തത് ജീൻസ് സെക്ഷനിലേക്ക് പോയേണ്ട. വലിയ കാര്യമായിട്ട് ജീൻസ് സെക്ഷനിലേക്ക് പോകുന്നുണ്ട്. ജീൻസ് നിങ്ങൾക്ക് കാണാം, വേറെ ഒന്നും രക്ഷയില്ല. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ, സ്ലീവ്ലെസ്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. കിട്ടിപ്പോയി മോനെ, കിട്ടിപ്പോയി. കണ്ടില്ലേ, സന്തോഷായില്ലേ? മതി പോയിക്കോ, ഓർന്നും പോയിക്കോ. എനിക്ക് ഇതാ മൈക്ക്. വീഡിയോ ഇടാട്ടോ. 750-800 അയ്യോ ഞങ്ങളെ കിട്ടി. അങ്ങനെ അകത്തെ ഷൂട്ടൊക്കെ ഏകദേശം കഴിഞ്ഞ് ഈ ഒരു സംഭവം പിന്നെ നമ്മളെ ഇൻസ്റ്റയിലേക്ക് വേണ്ടിയിട്ട് ഒരു കണ്ടന്റ്, ഫസ്റ്റ് ഒരു കണ്ടന്റ് വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എടുത്തതാണ്. അതൊരു രസമായിരുന്നു കേട്ടോ. നിങ്ങൾ വന്നേക്കാം. റെഡി. വിട്ടെ
സ്ഥലം കാലിയാക്കി പുച്ച പുച്ച പെണ്ണിനെ ടെൻഷനാക്കി അതെങ്ങനെങ്കിലോ പാവം കഴിച്ചു കൂട്ടി. എന്നാലും ഒരു 2000-ന്റെ 150 അടിച്ചു വെക്കണം കഴിഞ്ഞപ്പോ. അയ്യോ തളന്നേ, വിശപ്പായേ നല്ല വിശപ്പായി. അപ്പൊ എന്തായാലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പാരഗണിലേക്ക് എത്തിയിരിക്കുന്നു. പാരഗണിലേക്ക് എത്തിയതല്ല, ആദർശികമായിട്ടൊരു പാരഗൺ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അതാണോ എന്ന് അറിയില്ല. ചേട്ടൻ അന്വേഷിക്കാൻ പോയിട്ടുണ്ട്, എൻക്വയറിക്ക് പോയിട്ടുണ്ട്. എന്താന്നേ, എന്താ പ്രശ്നം? താത്തി വണ്ടി വെച്ച് ബാക്കെന്ന് വിളിക്കുമ്പോ പിന്നെ ഞാൻ എന്താക്കണ്ടേ? അതാ കുഴപ്പമായി റിവേഴ്സ് അടി. താത്തന്ന് നിങ്ങൾക്ക് എന്തിനാ കയറ്റുന്നേ? അടി ചേട്ടറായി കിട്ടാനായിട്ടാണ്. ചേട്ട കിടന്ന് ഇതാണ് റെസ്റ്റോറന്റ് ഇപ്പുറത്തെ. പാരഗണിലെ മിസ്സാക്കിയ പിന്നെ മിസ്സായില്ലേ? പാരഗൺ കിട്ടിപ്പോയി നമുക്ക്. എന്റെ അമ്മ ഇവിടെ ഭയങ്കര ഇതാട്ടാ പരിപാടി, ഫേമസ് അല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട് ശരിയാണ്. പാരഗൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന, മൊത്തത്തിൽ അറിയുന്നതാണ്. പോട്ടെ, ഓക്കെ, നമുക്ക് വിരോധമില്ല. നമുക്ക് എവിടെയാണ് പണ്ടേ എല്ലാരും പറയുന്ന സ്പെഷ്യലാണ് ഇവിടത്തെ ബിരിയാണി. ഇതാ ബിരിയാണി ഫേമസ് ആണ്. കാണുന്നില്ല. ഇതാ ഇവിടുത്തെ ബിരിയാണിയാണ് സ്പെഷ്യൽ. അതായത് കോഴിക്കോട് തൊട്ട് കണ്ണൂരില്ലെന്ന് തോന്നുന്നു പാരഗൺ. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പാരഗണിൽ എത്തിപ്പെട്ടിരിക്കുന്നു, യാദൃശ്ചികമായി എത്തിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു ബിരിയാണിയോ? പിന്നെ ഞങ്ങളിത് ഇവിടെ കയറിയിട്ട് ഹോട്ടൽ പാരഗൺ. എന്താ വെയിറ്റിംഗ് ആണ് കേട്ടാ. വെയിറ്റ് ചെയ്താലും വേണ്ടില്ല, നല്ല ഭക്ഷണം കിട്ടും. ഉള്ളില് നല്ല തിരക്കാണ്. ഞങ്ങളിവിടെ ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യണം. ഇപ്പം ഇരിക്കണത് മുഴുവനും മനസ്സിൽ നല്ലൊരു ബിരിയാണി കഴിക്കാന്നുള്ള ഒറ്റ ലക്ഷ്യമായിട്ടാണ്. പക്ഷെ പണി പാളി മുത്തേ. വലിയ കാര്യത്തിന് എടുത്തുകൊണ്ട് ഞാൻ വലിയ കാര്യത്തിന് മറിച്ചൊക്കെ നോക്കുന്നു. നിങ്ങൾക്ക് എന്ത് വേണം? കല്ലുമ്മക്കായ് വെച്ചിട്ടുണ്ടോ? കല്ലുമ്മക്കായ് 350 ഞാനെങ്ങനെ ആയിരിക്കണം. ഈ ഭാഗം നോക്കാണ്ട് പോകും ഞാൻ. പാരഗണോ നമ്മ ശരിയാവില്ല. പാരഗണിലെ വിന്നിങ് ബിരിയാണി കഴിക്കാനിരുന്ന് ശശിയായി ഞങ്ങൾ. അരമണിക്കൂർ പുറത്ത് വെയിറ്റ് ചെയ്തു, 1/4 മണിക്കൂർ അകത്ത് വെയിറ്റ് ചെയ്തു. അപ്പം ലാസ്റ്റ് ഉണ്ട് അവർ വന്നിട്ട് പറയുന്നത് ബിരിയാണി തീർന്നു പോയിന്ന്. എങ്ങനെ ഇരിക്കണം? നല്ല സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. നികിട കണ്ണ് നിറഞ്ഞില്ലാന്നേ ഉള്ളൂ. സങ്കടത്തിന് മറുമരുന്നുണ്ടോ ഉണ്ടെന്നേ ശരിയാണ്. അങ്ങനെ ആദ്യം പറഞ്ഞ് നമ്മളെ സൂപ്പ് എത്തി. സൂപ്പ് അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. പിന്നെ നമ്മൾ അവിടെയുള്ള ഫുഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നൂഡിൽസും അതുപോലെ തന്നെ ബിരിയാണി റൈസും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഐറ്റംസ്. നൂഡിൽസാണ് ഈ പാത്രത്തിൽ ഉണ്ടായത്. എല്ലാം കഴിച്ച് കഴിഞ്ഞു. അവസാനത്തെ ദൂതന്മാര് കൊച്ചു വിട്ട് പോയെന്ന് പറഞ്ഞാലേ അവസാനത്തെ നൂഡിൽസ് നീക്കിയെടുത്ത് അവസാനത്തെ തിന്നു കഴിഞ്ഞപ്പോഴാണ് നൂഡിൽസ് വീഡിയോ എടുത്തില്ലല്ലോ നടന്നു. ചിക്കൻ കറി, ബിരിയാണി റൈസ്, ചിക്കൻ പരട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറേ അങ്ങോട്ട് എത്തി രാത്രി ആയിട്ടാണ്. പക്ഷെ ഞാൻ അങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് ടയേർഡായി. കാരണം രാവിലെ വെളുപ്പിന് കഴിച്ച ഛർദീൻ്റെ ഗുളികയാണ്. അതിൻ്റെ ആ ഒരു ഡോസൊക്കെ കഴിഞ്ഞു. പിന്നെ ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്യാണ്ടായിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി അതിനായിട്ടൊരു ഗുളിക കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ വല്ലാണ്ട് അങ്ങോട്ട് ഛർദ്ദിക്കാൻ ഇങ്ങനെ വായിൽ വക്കിലോളം വന്നൊരവസ്ഥയായിരുന്നു കേട്ടോ. അതൊരു വല്ലാത്ത സിറ്റുവേഷനായി. എപ്പോഴും ഈ വണ്ടിയിൽ പോകുമ്പോൾ ഈ ഗുളിക കഴിക്കാണ്ട് എനിക്കൊരു രക്ഷയില്ല. എങ്ങനെ എനിക്ക് അടുത്ത് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. ഗുളികയിലാണ് ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒന്നും കഴിച്ചിട്ടില്ല. ഉച്ചക്ക് കഴിച്ച ഭക്ഷണം മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും ഞാനൊന്നും കഴിച്ചിട്ടില്ല. എല്ലാവരും ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നികിയും ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ എന്നിട്ട് നേരെ വീട്ടിൽ വന്ന് അമ്മ ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. മുട്ട തിളപ്പിക്കുന്നുണ്ട്, നിനക്ക് വെക്കണോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അന്നേരം ഒന്നും വേണ്ടാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ അമ്മ എന്തായാലും അമ്മക്കറിയാം എനിക്ക് മുട്ട തിളപ്പിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അമ്മ ചിലപ്പോൾ അമ്മക്ക് പോലും കഴിക്കാണ്ട് അമ്മ വെച്ചതായിരിക്കും എനിക്ക് വേണ്ടിയിട്ട്. ഞാൻ എന്തായാലും ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു മുട്ട തിളപ്പിച്ചതും ഇത്തിരി ചോറും എടുത്തിട്ട് ഞാൻ കഴിച്ചു കേട്ടോ. അപ്പം എനിക്ക്
എന്താ പറയുക ഭയങ്കര ഒരു സുഖമായിരുന്നു. എനിക്കിതുപോലെ ഈ ചാറ് ഇങ്ങനെ കോരി ഒഴിക്കണം, എന്നിട്ട് ഈ ചോറ് ആ ചാറിൽ നിന്ന് ഇങ്ങനെ വാരി തിന്നണം. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ചാറ് കുറേ ഒഴിച്ചിട്ട് അതൊരു രസമല്ലേ. അപ്പോൾ എന്തായാലും അമ്മ എനിക്ക് വേണ്ടിയിട്ട് കാത്തു വെച്ചതാണ്. അത് കഴിച്ചപ്പോൾ കിട്ടിയ ആ ഒരു സുഖം ഉണ്ടല്ലോ, അതൊരു രക്ഷയിലിട്ട. അത് നമ്മളൊരു പാരഗണിലെ ബിരിയാണിക്കും കിട്ടില്ല എന്ന് ഞാൻ അന്നേരം മനസ്സിലാക്കി. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എനിക്കെന്തോ അതിഷ്ടമാണ്, നമ്മളവരിഷ്ടമാണല്ലോ. അപ്പോൾ എല്ലാവരും ഇവരും ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല, ഉച്ചക്കാ കഴിച്ചതേ ഉള്ളൂ. ഞാൻ മാത്രമാണ് ഈ വെട്ടി വലിച്ച് കയറ്റണത്. അപ്പോൾ എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് ഒരു മാങ്ങയൊക്കെ നെഗി മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടയും അവിയപ്പൊക്കെ ആ ഒരു വൈകുന്നേരം എന്തായാലും ഞങ്ങളൊരു 12 മണിയായി എത്തിയപ്പോൾ. അപ്പോൾ മാങ്ങയൊക്കെ പുളിയിട്ട് കഴിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ടയേർഡായതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പാടന്നെ അമ്മ എൻ്റെ പാത്രമൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടാ. എന്തായാലും മക്കൾ കുറച്ച് ടയേർഡാകുമ്പോൾ അമ്മമാർക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ എനിക്ക് നല്ല അടിപൊളിയായിട്ട് മാങ്ങ പീസാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ.